നമുക്ക് മൊബൈലിൽ ഒരു മീനിനെ വളർത്തിയാലോ? അതായത് മനോഹരമായിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ലൊരു മീനിനെ നമുക്ക് മൊബൈലിന്റെ ഡിസ്പ്ലേയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ലൈവായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന് വേണമെങ്കിൽ നമുക്ക് ടച്ച് ചെയ്യാൻ സാധിക്കും. ലൈവ് വാൾപേപ്പർ ആണ്. ഇത് ഉപയോഗിച്ചതുകൊണ്ട് ചില ആളുകൾ ചോദിക്കും ബാറ്ററിയുടെ ചാർജ് പെട്ടെന്ന് തീരില്ലേ എന്ന്. ഞാൻ ഒരുപാട് നാൾ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു ലൈവ് വാൾപേപ്പർ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാകുന്നില്ല. നമ്മുടെ മൊബൈലിന്റെ ഡിസ്പ്ലേ ഓൺ ആക്കിയതിന് ശേഷമാണ് ഇത് വർക്കാകുന്നത്. അതുകൊണ്ട് തന്നെ മൊബൈലിന്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. മൊബൈലിന്റെ ഡിസ്പ്ലേ മനോഹരമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ടാകും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ ലൈവ് വാൾപേപ്പേഴ്സ് എന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു മീനിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ടച്ചൊക്കെ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇതിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ ദിശയൊക്കെ നമുക്ക് മാറ്റിവിടാൻ സാധിക്കും കണ്ടോ. ഇതുപോലെ നമുക്ക് അതിനെ ടച്ച് ചെയ്യാനൊക്കെ സാധിക്കും. ഇനി ഇതിൻ്റെ പ്രീവ്യൂ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ സെറ്റ് ചെയ്താൽ എങ്ങനെയാണ് കാണുന്നത്, അത് നമുക്ക് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ ഈ രൂപത്തിലാണ് കാണുക. മനോഹരമായിട്ടുള്ള ആ ഒരു ഫിഷ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഓടി കളിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നമുണ്ട്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. ഈ മീനിൻ്റെ കളറും മറ്റുള്ള ഡിസൈനും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പക്ഷേ നമുക്കത് സാധിക്കില്ല. നമുക്ക് ഫ്രീ വേർഷൻ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ഓപ്ഷനൊന്നും നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കില്ല. ഇത് പർച്ചേസ് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് എല്ലാ ഓപ്ഷനും ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ഫ്രീ വേർഷൻ തന്നെ ആജീവനാന്ത കാലം മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ജസ്റ്റ് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്നൊന്ന് ബാക്ക് വരാം. എന്നിട്ട് ഇതെങ്ങനെയാണ് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അതിൻ്റെ പ്രീവ്യൂ ആണ് എടുത്തത്. ഇവിടെ നമുക്ക് അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെറ്റ് എസ് വാൾപേപ്പർ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ലോക്ക് സ്ക്രീൻ വേണോ അല്ലെങ്കിൽ ഹോം സ്ക്രീൻ വേണോ എന്ന് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. രണ്ടും വേണമെങ്കിൽ താഴെയുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഹോം സ്ക്രീൻ മാത്രമാണ് ഇവിടെ സെലക്ട് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ വാൾപേപ്പർ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലൈവ് വാൾപേപ്പർ നിങ്ങളുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ ഓൺ ആക്കിയാൽ മാത്രമാണ് വർക്കാകുക. നിങ്ങളുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ നിങ്ങൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആകും. അതുകൊണ്ട് തന്നെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്നു എന്ന ഒരു പരാതി നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകുകയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.